ഹായ് ഫ്രണ്ട്സ്, ചോക്ലേറ്റ് സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. 1 kg കേക്കിന് ബേസായി യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പഞ്ചാണിത്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കാം. ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ അരിച്ചെടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ചുവട് കട്ടിയുള്ള ഒരു അലൂമിനിയം പാത്രം അടച്ച് പ്രീഹീറ്റ് ചെയ്യാനായി വയ്ക്കാം. ലോ ഫ്ലെയിമിലാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. നല്ല ക്ലീനായ ഒരു ബൗളെടുത്ത് അതിലേക്ക് 4 മുട്ട, 1 ടീസ്പൂൺ വാനില എസൻസ് എന്നിവ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറച്ചായി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പഞ്ചസാരയെല്ലാം ഇതിലേക്ക് ചേർത്ത് ഇതൊരു ക്രീമി കൺസിസ്റ്റൻസി ആകുന്നത് വരെ ഹൈ സ്പീഡിലിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഓയിൽ ചേർത്ത ശേഷം ലോ സ്പീഡിലാണ് മിക്സ് ചെയ്യേണ്ടത്. നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ചേർത്ത് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പാല് ഇപ്പോൾ ഈ ഫ്ലോർ മിക്സിൻ്റെ കൂടെ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ പാല് ഇനി ഫ്ലോർ മിക്സ് ആഡ് ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം ചേർക്കാം. ഇനി ഈ ബാറ്റർ ഒരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ടിന്നിനടിയിൽ ഓയിൽ ഗ്രീസ് ചെയ്ത ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എയർ ബബിൾസ് ഒക്കെ പോകാനായി നന്നായി ടാപ്പ് ചെയ്യാം. അതിനുശേഷം ബേക്ക് ചെയ്യാനായി വെക്കാം. നേരത്തെ പ്രീഹീറ്റ് ചെയ്യാനായി വെച്ചിരിക്കുന്ന അലൂമിനിയം പാത്രത്തിലേക്ക് വെച്ച് 40 to 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. കേക്ക് ബേക്കായിട്ടുണ്ടോ എന്നറിയാനായി ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാം. ടൂത്ത് പിക്ക് നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കേക്ക് ബേക്കായിട്ടുണ്ട്. കേക്ക് കുറച്ച് തണുത്തതിന് ശേഷം ടിന്നിൽ നിന്ന് മാറ്റാം. ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.